നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-ൻ്റെയും LDF-ൻ്റെയും സംഘടനാ സംവിധാനത്തിന് സമാന്തരമായിട്ട് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നു. അതൊരു ഇറക്കം തന്നെ ആയിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് വിജയം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള ആ പദവി അങ്ങ് നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ബാലൻ പറഞ്ഞതുപോലെ ഈനാമ്പച്ചിയും മരപ്പട്ടിയും ഒക്കെ ആകും ചിഹ്നം. പ്രചരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടി നേരിട്ട് നേതൃത്വം കൊടുത്ത് സംഘടനാ സംവിധാനത്തെ കുറ്റമറ്റതാക്കുകയാണ് ഈ നടപടികളിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. പാർട്ടി നേതൃത്വം വഹിക്കുന്ന MV ഗോവിന്ദൻ അടക്കമുള്ളവരുടെ പരിചയക്കുറവ് കൂടി മനസ്സിലാക്കിയാണ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നതെന്നും സൂചനയുണ്ട്. അപ്പോൾ MV ഗോവിന്ദൻ്റെ ഒരു പരിചയക്കുറവ് പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനി ഏതായാലും 20 മണ്ഡലങ്ങളിലേക്കും അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, കൊല്ലത്തെത്തുമ്പോൾ 2014 കേട്ട പരനാറി പ്രയോഗം 2019 കേട്ടു, 2024 കേൾക്കാം. കൊല്ലത്തുകാരിങ്ങനെ കാതോർത്തിരിക്കുകയാണ് കാരണഭൂതൻ്റെ ആ പരനാറി പ്രയോഗം കേൾക്കാനായിട്ട്. കാരണം എല്ലാ തരത്തിലും പ്രേമചന്ദ്രനെ ഒതുക്കണമെന്ന് കാരണഭൂതൻ കുറേ കാലമായിട്ട് ആലോചിക്കുന്നതാണ്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അല്ലാതെ പൊതു തെരഞ്ഞെടുപ്പുകളിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മുന്നണിയെയും പാർട്ടിയെയും മുന്നിൽ നിന്ന് നയിച്ച അനുഭവ സമ്പത്ത് MV ഗോവിന്ദനോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മറ്റ് നേതാക്കൾക്കോ ഇല്ല എന്നാണ് കാരണഭൂതൻ കരുതുന്നത്. സെക്രട്ടറി പദത്തിൽ 1 കൊല്ലം പിന്നിട്ട് MV ഗോവിന്ദൻ സംഘടനാ തലത്തിലും പൊതു രാഷ്ട്രീയ രംഗത്തും സംസ്ഥാനമാകെ സ്വാധീനം ചെലുത്താവുന്ന നേതാവായി വളർന്നിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വിജയരാഘവനാണ് വഹിച്ചിരുന്നതെങ്കിലും അണിയറയിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. പാർട്ടി ആസ്ഥാനത്തിരുന്ന് ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങളിലേക്ക് കടന്നു എന്ന് കോടിയേരിയുടെ ഇടപെടൽ വലിയ തോതിൽ ഗുണം ചെയ്തെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടിരുന്നു. കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള നേതാവിൻ്റെ അഭാവം കൂടി തിരിച്ചറിഞ്ഞാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിനായി രൂപം കൊടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ പങ്കെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക. പ്രചരണ പരിപാടികൾക്കായി ഓരോ മണ്ഡലങ്ങളിലും എത്തുമ്പോൾ അതാത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ വിളിച്ചു ചേർത്താണ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സാധ്യതകളെപ്പറ്റിയുള്ള വിലയിരുത്തൽ മുഖ്യമന്ത്രി അതാത് മണ്ഡലം കമ്മിറ്റികളെ അറിയിക്കും. നേതൃതലത്തിൽ നിന്ന് മുഖ്യമന്ത്രി മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ. സ്ഥാനാർത്ഥി പോലും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. തൃശ്ശൂരിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവലോകന യോഗങ്ങളുടെ തുടക്കം. പൗരത്വ വിഷയത്തിൽ സംഘടിപ്പിച്ച ആദ്യ റാലിയിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് പോകും വഴി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറിയ മുഖ്യമന്ത്രി തൃശ്ശൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. AKG സെൻറ്ററിൽ വെച്ചാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളെ കണ്ടത്. മണ്ഡലത്തെ പറ്റിയുള്ള സ്വന്തം വിലയിരുത്തലും ശ്രദ്ധിക്കേണ്ട മേഖലകളും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിച്ചു. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ ഇടതുമുന്നണി ഉറപ്പായും ജയിക്കുമെന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി പിന്നിലായിരുന്നു. പിന്നീട് മുന്നോട്ട് വന്ന് ജയിക്കാവുന്ന നിലയിലേക്ക് എത്തുകയാണ് ഉണ്ടായതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പൂർണ്ണമായി ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വിജയം ഉറപ്പാണെന്ന് വിലയിരുത്തിയത്. BJP സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. 2019 2.5 ലക്ഷം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയതെന്നുള്ള കാരണം മുഖ്യമന്ത്രി ഓർത്തിരുന്നാൽ നന്ന്. ഇനിയപ്പോൾ 20 മണ്ഡലങ്ങളിലേക്കും പോകുമ്പോൾ പല പദപ്രയോഗങ്ങൾ നമുക്ക് കേൾക്കാം. വടകരയിലെത്തുമ്പോൾ ആവർത്തിക്കപ്പെടും കുലംകുത്തി തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ പരനാറിയും കുലംകുത്തിയും നികൃഷ്ടജീവിയും എന്നീ പദപ്രയോഗങ്ങളൊക്കെ ഇനി കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇങ്ങനെ അനർഗളമായി പ്രവഹിക്കാൻ തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും CPM-ന്റെ സ്ഥിതി അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളതാണ്.